സന്തോഷം ഇത്തരം ഒരു സ്പേസ് തരാനും നേരിട്ട് അല്ലെങ്കിൽ പോലും വിർച്വലി ഓരോരുത്തരെയും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഓൾസോ. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഞാൻ ഇതിനകത്ത് കിടക്കുകയാണ്. സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിർച്വലി കാണുന്ന സമയത്ത്, ഒരു സെഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖം കാണാതെ ഒരു സെഷൻ എത്രത്തോളം ആക്റ്റീവ് ആയിട്ട് കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ളത് ഒരു കൺസേൺ ആണ് എന്റെ. പക്ഷേ പരിമിതികൾ മനസ്സിലാക്കുന്നു, അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ സെഷനിലോട്ട് കിടക്കുകയാണ്. പക്ഷെ സെഷനിലോട്ട് കിടക്കുന്നതിന് മുൻപ് എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഓപ്പൺ ആണെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള എത്ര പാർട്ടിസിപ്പൻസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്വിക്ലി ഒന്ന് ചാറ്റ് ബോക്സ് ഇടാൻ പറ്റുമെങ്കിൽ വളരെയധികം സന്തോഷം. അതിനനുസരിച്ച് എനിക്ക് എന്റെ സെഷൻ എനിക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അത് ശരത്ത് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ശരത്ത്, എനിക്ക് അറിയില്ല അത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലക്കാരാണെന്ന് എനിക്കറിയാം. എംടെക്കുകാരുണ്ട് അതിനകത്ത്. ഓക്കെ, അശ്വനി എംടെക്കുകാരാണെന്ന്, എംടെക്കാണ് പഠിച്ചിട്ടുള്ളത് മനസ്സിലായി. ഒരു പെട്ടെന്ന് ക്വിക്കായിട്ട് BSc കമ്പ്യൂട്ടർ സയൻസ് 3 months കോഴ്സ് ഇൻ ഡാറ്റ അനാലിറ്റിക്സ്. ഓക്കെ, ബിടെക്കുകാരുണ്ട്. ഓക്കെ, ക്രാഫ്റ്റ്മാൻ MBA, ബിടെക്, MCOM, BSc കമ്പ്യൂട്ടർ സയൻസ്, BCom. ഓക്കെ, MSc കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, ഗ്രേറ്റ്, താങ്ക്സ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്, ഞാൻ തീർച്ചയായിട്ടും വായിക്കും. ഓക്കെ, കോഴിക്കോട് നിന്ന് ഒരാളുണ്ട്, അശ്വിൻ രാജ്, ബിടെക് ആണ്. ഓക്കെ, താങ്ക്സ് അശ്വിൻ. സ്നേഹ, മീനു, വൈശാഖ്, നീരജ നായർ, അഭിലാഷ്, അഫ്സൽ, ശരത്, അജിത്, സഹേന, അശ്വനി, അഭിലാഷ്, സ്നേഹ, എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നതിന്. കാരണം എങ്കിൽ മാത്രമേ എനിക്ക് എങ്ങനെയാണ് റീച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ സെഷനിലോട്ട് കിടക്കുകയാണ്. ജോയൽ MCA പത്തനംതിട്ട. ഓക്കെ, താങ്ക്സ് ജോയൽ. ഓൾറെഡി നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് കണ്ട് മനസ്സിലായിക്കാണും എന്തിനെ കുറിച്ചുള്ള സെഷനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒരുപക്ഷെ എനിക്ക് കാണാൻ സാധിച്ചു എന്ന് വരില്ല. ശ്രീകാന്ത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക്സ്. നിങ്ങൾ ഞാൻ സ്വാഭാവികമായിട്ടും ആദ്യം ഒരു ആക്ടിവിറ്റിയോടിലൂടെയൊക്കെയാണ് നമ്മൾ ഒരു ക്ലാസ് റൂം സെഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അതിനുള്ളൊരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ സെഷനിലോട്ട് കിടക്കുന്നത്. നിങ്ങൾ ഈ ഒരു ലോഗോ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ലോഗോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ലോഗോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്, കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. വാട്ട് എവർ പോസിബിൾ. ഫേസ്ബുക്ക്, യെസ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ലോഗോ ആയിരിക്കും ഇത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഹാവ് യു സീൻ ദിസ്? ഈ ഒരു ലോഗോ കണ്ടിട്ടുണ്ടോ? എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള 2 പ്ലാറ്റ്ഫോമുകളാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ട ലോഗോ ആണെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? മെറ്റ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൻസർ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ത്രെഡ്സ് ഉണ്ട്, മെറ്റ ഉണ്ട്. ഏതായിരിക്കും എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്.
ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു രസം ഉണ്ടാവുള്ളൂ നമുക്ക് ഒരു സെഷൻ എടുക്കുന്ന സമയത്ത്. താങ്ക്സ്. അപ്പൊ ത്രെഡ്സിന്റെ ആണ് ഇതും എല്ലാം ഒരേ ഫാമിലിയിൽ പെട്ടതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ ത്രെഡ്സ്, ഇത് മൂന്നും ഒരേ ഫാമിലിയിൽ പെടുന്നതാണ്. ത്രെഡ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ത്രെഡ്സിന്റെ ഒരു ലോഗോ ആണിത്. ഹാവ് യു സീൻ ദിസ്? ഈ ലോഗോ എന്തിനെ കുറിച്ചുള്ളതായിരിക്കാം? സ്നാപ്ചാറ്റ്, സ്നാപ്പ് നമ്മളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അതിന് ഷോർട്ട് വേർഡായി കിട്ടും പറയും. ഓക്കെ, എത്ര പേര് ഈ ലോഗോ കണ്ടിട്ടുണ്ട്? ലിങ്ക്ഡിൻ. ഓ, ഓക്കെ, ഗ്രേറ്റ്. താങ്ക്സ് അലോട്ട്. എന്തായാലും എല്ലാവർക്കും ലോഗോസിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എനിക്ക് ഒരു ചെറിയൊരു ചോദ്യം ഉള്ളത്, എത്ര പേർക്ക് ഓൾറെഡി ലിങ്ക്ഡിൻ അക്കൗണ്ടുകൾ ഉണ്ട്? ഓൾറെഡി ലിങ്ക്ഡിൻ അക്കൗണ്ടുകൾ എത്ര പേർക്ക് ഉണ്ടാവും? യെസ്, ഓക്കെ. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ വലിയൊരു ശതമാനം ആളുകൾക്കും ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പക്ഷെ എന്റെ സെഷൻ ഞാൻ പ്ലാൻ ചെയ്തത് ലിങ്ക്ഡിൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് ഞാനത് കുറച്ച് വേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോവാം. ഇൻ കേസ് ആരുടെയെങ്കിലും കയ്യിൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലാത്ത പക്ഷം അവർക്ക് കൂടി പ്രയോജനപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് എന്റെ സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉള്ളവർക്ക്, ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉള്ളവർക്ക് നിങ്ങൾക്ക് ബ്രീഫായിട്ട് പറയാൻ പറ്റുമോ എന്താണ് ഈ ലിങ്ക്ഡിൻ കൊണ്ടുള്ള യൂസേജ്? വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ലിങ്ക്ഡിൻ? എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്? ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് മറ്റിപ്പോ സോഷ്യൽ മീഡിയസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ത്രെഡ്സ് എല്ലാം നിങ്ങൾ പറഞ്ഞു, സ്നാപ്ചാറ്റ് പറഞ്ഞു. അതിനകത്ത് നമ്മുടെ സോഷ്യൽ മീഡിയസിൽ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ജോബ് സെർച്ച്, connect to recruiters, seeking better job opportunities. വേറെ എന്തെങ്കിലും ഉണ്ടോ? Strictly professional connection and studies. Joel, I would love to hear, but അത് നമ്മുടെ പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാനത് എനിക്കറിയില്ല അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ആ ഒരു ഡിസ്കഷൻ. സ്ട്രിക്ട്ലി പ്രൊഫഷണൽ കണക്ഷൻ ആൻഡ് സ്റ്റഡീസ്, ആൻഡ് ഗ്രേറ്റ് ടു നോ ദാറ്റ്. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ആണ്. ക്യാൻ ആഡ് അവർ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് സ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം ഇതിനകത്ത് ശരിയാണ്. പക്ഷെ അത് മാത്രമാണോ ലിങ്ക്ഡിൻ എന്നുള്ളത് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ കവർ അപ്പ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക്ഡിനെ കുറിച്ചുള്ളതാണ് സെഷൻ. ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. ബിൽഡിംഗ് ദ പ്രൊഫഷണൽ പ്രൊഫൈൽ നിങ്ങൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു. ജോയൽ പറഞ്ഞ പോലെ ഇത് സ്ട്രിക്ട്ലി പ്രൊഫഷണൽ നെറ്റ്വർക്ക് സ്പേസ് ആണ്. ഇന്റന്റ്, അതായത് ഇന്റൻഷൻ. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള, വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്പേസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ജോയൽ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു പ്രൊഫഷണൽ സ്പേസ് ആണ്. നമുക്ക് ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നമ്മളുടെ സന്തോഷങ്ങളും നമ്മളുടെ മൊമെന്റ്സിലെല്ലാം ഷെയർ ചെയ്യുന്ന പോലെ ഒരു പക്ഷേ അത്രത്തോളം നമുക്ക് നമ്മുടെ പേഴ്സണലൈസ് ആക്കാൻ പറ്റാത്ത ഒരു സ്പേസ് ആണ് ലിങ്ക്ഡിൻ. പക്ഷെ പലരും അവരുടെ പേഴ്സണൽ സ്പേസ് ആയിട്ടും ലിങ്ക്ഡിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു മറ്റൊരു വശമുള്ളത്. പക്ഷെ അതിന്റെ ഇന്റൻഷൻ ഓഫ് ദിസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പേസ് തരുന്നതാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രൊഫഷണൽ കരിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രൊഫൈല് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് പേര് ബിടെക്കും എംടെക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ബികോം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെല്ലാം കാണും. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതും ഇപ്പോഴും ഫോളോ ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിട്ടൺ ആയിട്ട് ഒരു വേർഡ് ഡോക്യുമെന്റ് നമ്മളുടെ CV എല്ലാം ക്രിയേറ്റ് ചെയ്ത് ആ CV ആണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മുടെ സമ്മറി എന്നോ അല്ലെങ്കിൽ പ്രൊഫൈൽ എന്നോ പറഞ്ഞിട്ട് നമ്മൾ സാധാരണഗതിയിൽ കൈക്കൊള്ളാറുള്ളത്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു വേൾഡിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമ്മളുടെ പ്രൊഫഷണൽ കരിയർ ബിൽഡ് ചെയ്യാനും നമ്മുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനും
പറ്റുന്ന ഏറ്റവും മികച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്ന കാര്യം. നെറ്റ്വർക്കിംഗ് വിത്ത് പ്രൊഫഷണൽസ്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് വെക്കാം. നിങ്ങളുടെ അതേ ഫീൽഡിലുള്ള, നിങ്ങളുടെ അതേ മേഖലയിലുള്ള ആളുകളെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരമുണ്ട്. ആ വ്യക്തി എവിടെ നിന്ന് വേണമെങ്കിലും ആവാം. നിങ്ങളിപ്പോൾ പത്തനംതിട്ടക്കാരാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈലിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ ഇരുന്നുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അക്രോസ് വേൾഡിലുള്ള നിങ്ങളുടെ അതേ മേഖലയിലുള്ള, അല്ലാത്ത മേഖലയിലുള്ളവരെയും കണക്ട് ചെയ്യാം. അതേ മേഖലയിലുള്ളവരെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. മൂന്നാമത്തെ കാര്യം, ബിൽഡിങ് യുവർ കരിയർ. എങ്ങനെയാണ് നമ്മുടെ കരിയർ നമ്മൾ ഈ ഒരു ലിങ്ക്ഡിനിലൂടെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു, രണ്ടാമത് നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നു, മൂന്നാമത് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളൊരു നോക്കിക്കഴിഞ്ഞാൽ, സീക്വൻസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾക്ക് ആദ്യം ഏറ്റവും ഒരു പ്രൊഫഷണലെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർക്ക് വേണ്ടത് അവരൊരു പ്രൊഫഷണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആര്, എവിടെ, എങ്ങനെ ജോലി സാധ്യതകളുണ്ട്, അതിൽ എന്തെല്ലാം ജോലി സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ്വർക്ക് നമ്മൾ സാധിക്കും. സ്വാഭാവികമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ കരിയർ ബിൽഡ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഈ ഒരു ലിങ്ക്ഡിന്റെ മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഈ ലിങ്ക്ഡിൻ ഉപയോഗിക്കാൻ പറ്റുന്നു. നാലാമത്തെ കാര്യം, അപ്സ്കില്ലിംഗ് യുവർ സെൽഫ് ഓൺ എ റെഗുലർ ബേസിസ്. എങ്ങനെയാണ് ഒരു ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഡിജിറ്റൽ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ അപ്സ്കിൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ എങ്ങനെ നമുക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സോഷ്യൽ വർക്കറാണ്. മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഒരു 10 വർഷത്തോളമായിട്ട് ഈ സ്പേസിലുള്ളതാണ്. പക്ഷെ നമ്മളുടെ സ്പേസ് വളരുന്നത് വളരെ അതിവേഗമായിട്ടാണ് വളരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ChatGPT അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള എന്താ പറയാ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജെമിനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്നതായിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ പല യൂസേജും ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കണം? അതേപോലെ തന്നെ ഞാനിപ്പോ ഒരു പ്രൊഫഷണൽ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, എനിക്ക് മാനേജ്മെന്റ് സ്കിൽസിനെ കുറിച്ച് അറിയണതുണ്ട്. എങ്ങനെ എനിക്ക് ലിങ്ക്ഡിനിലൂടെ ഈ മാനേജ്മെന്റ് സ്കിൽസ് എനിക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും? എനിക്ക് എന്തെങ്കിലും കോഴ്സസ് അവൈലബിൾ ആണോ? എനിക്ക് എന്തെങ്കിലും പാരലൽ ആയിട്ട് പഠിക്കാനുള്ള സാധ്യതകൾ ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലിലൂടെ ഉണ്ടോ? അതിന് ഉത്തരം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. കാരണം നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടർ പഠനത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെങ്കിൽ പോലും നമ്മളുടെ ജോലിയുടെ സമയം ക്രമീകരണം എല്ലാം ഉൾപ്പെടുത്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ സമയം കിട്ടാറില്ല എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന് നമുക്ക് ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ ഉപകരിക്കും. ഇതിനകത്ത് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ആ കോഴ്സസ് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചൂസ് ചെയ്യാനും അതിൽ എൻറോൾ ചെയ്യാനും പഠിക്കാനും പഠിച്ചതിന് ശേഷം അസസ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് ലഭിക്കാനും ആ സർട്ടിഫിക്കറ്റ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഈ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നതാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ബാക്കിയുള്ള ബെനിഫിറ്റ് നമുക്ക് അത് ഈ 4 മാത്രമല്ല, ഈ 4 എണ്ണമാണ് ഇതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് റിസീവ് ആൻഡ് ഗിവ് എൻഡോഴ്സ്മെന്റ് ആൻഡ് ടെസ്റ്റിമോണിയൽസ്. ഇപ്പോൾ എൻഡോഴ്സ്മെന്റ് എന്നെല്ലാം പറയാറ്, ഞാൻ ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ കൊളോക്കിലാക്കിയിട്ട് പറയും ഞാൻ സൂപ്പർ ആടാ അല്ലെങ്കിൽ നീ സൂപ്പർ ആടാ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രൊഫഷണൽ സ്പേസിൽ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു വ്യക്തിയിൽ നിന്നും ഒരു ഫീഡ്ബാക്കിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നുള്ള റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ നെറ്റ്വർക്കിലുള്ള മറ്റൊരു വ്യക്തിയെ എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് ഈ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം തരുന്നുണ്ട്. ഇത് കൊടുത്തതിൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനാണ് ഈ എൻഡോഴ്സ്മെന്റ് ലഭിച്ച ഒരു വ്യക്തി എന്ന് വെച്ചാൽ, ഈ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുന്ന ഏതൊരു റിക്രൂട്ടറിനും ഏതൊരു എംപ്ലോയർക്കും ഞാൻ എൻ്റെ ഫീഡ്ബാക്ക്, എൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്പേസിലുള്ള ഫീഡ്ബാക്ക് വായിച്ചറിയാനും മനസ്സിലാക്കാനും
ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അർത്ഥം. അതേപോലെ തന്നെ നമ്മളുടെ പ്രൊഫൈൽ ആരൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പ്രൊഫൈൽ ആരൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയാനുള്ള ഒരു സാധ്യത നമുക്കില്ല. ഫേസ്ബുക്കിൽ എന്റെ പ്രൊഫൈൽ ആരെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാനുള്ള സാധ്യത നമുക്കില്ല. പക്ഷെ ഒരു ലിങ്ക്ഡിൻ ഒരു പ്രൊഫഷണൽ സ്പേസ് ആയിട്ടുള്ള ലിങ്ക്ഡിനിൽ എന്റെ പ്രൊഫൈൽ ആരെല്ലാം നോക്കിയിട്ടുണ്ട്, എന്റെ പ്രൊഫൈൽ ആരെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇതിലൂടെ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പ്രൊഫൈൽ നോക്കിയിട്ടുള്ളത് ഒരു റിക്രൂട്ടർ ആണോ, ഒരു എംപ്ലോയർ ആണോ, അത് മറ്റു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണോ, അത് എന്റെ അതേ ലെവലിലുള്ള ഒരു പിയർ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരാളാണോ, അത് മറ്റു മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഇൻ കേസ് നമ്മുടെ പ്രൊഫൈൽ ഒരു എംപ്ലോയറോ അല്ലെങ്കിൽ റിക്രൂട്ടറോ നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു സൂചന കൂടിയാണ് നമ്മുടെ പ്രൊഫൈൽ അട്രാക്റ്റീവ് ആണ്, നമ്മുടെ പ്രൊഫൈല് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ പ്രൊഫൈൽ ചെക്കിങ്ങിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിലൊരു ഓപ്ഷൻ നമ്മുടെ ലിങ്ക്ഡിനിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ അപ്ഡേറ്റിംഗ് ഓൺലൈൻ റെസ്യൂം ഈസിയർ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റിംഗ് പ്രോപ്പർ റെസ്യൂംസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു പേപ്പറിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെന്റിലോ അല്ലെങ്കിൽ നമ്മൾ ക്യാൻവ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മളുടെ CV ബിൽഡ് ചെയ്യും. അതിനുശേഷം എല്ലാ പ്രാവശ്യവും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് റിയൽ ടൈം ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫീഡ് ചെയ്യപ്പെടുന്ന ഇൻപുട്ടിലൂടെ നമ്മുടെ ഒരു പ്രൊഫൈൽ തന്നെ നമുക്ക് നമ്മുടെ ലിങ്ക്ഡിൻ തരാൻ സാധിക്കും. ലിങ്ക്ഡിന് നമ്മുടെ ഒരു പ്രോപ്പർ CV നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ലിങ്ക്ഡിനിലൂടെ നമുക്ക് പ്രോപ്പർ CV ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ് യുവർ എക്സ്പെർട്ടൈസ് ഇൻ യൂസിങ് ലിങ്ക്ഡിൻ കോണ്ടന്റ് പ്ലാറ്റ്ഫോം. അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് ഏത് മേഖലയാണോ, ഏത് സബ്ജക്റ്റ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെർട്ടൈസ്ഡ് ആവാനും നമ്മുടെ ലിങ്ക്ഡിനിലൂടെ നമുക്ക് സാധിക്കും. നമുക്ക് നമ്മളുടെ മേഖലയിൽ നടക്കുന്ന, നമ്മുടെ സെക്ടറിൽ നടക്കുന്ന, നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, ഒരു എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, ആ പെർട്ടിക്കുലർ സെക്ടറിൽ വരുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ലിങ്ക്ഡിനിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും കുറച്ചുകൂടി ഒത്തന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടി നമുക്ക് ഈ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഗുണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എന്തെങ്കിലും, ഞാൻ എഴുതിയ ഒരു ലിറ്ററേച്ചർ റിവ്യൂവോ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ ക്രിയേഷനോ അല്ലെങ്കിൽ എന്റെ എക്സ്പെർട്ട് എന്ത് വേണമെങ്കിലും എനിക്ക് ഇതിലൂടെ അഡ്വർടൈസ് ചെയ്യാനും പ്രൊജക്ട് ചെയ്യാനും എനിക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ്. ഇതെല്ലാം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും തുടർന്നുള്ള സ്ലൈഡുകളിൽ. നിങ്ങൾക്ക് ഓൾറെഡി ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. ഇൻ കേസ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ഒരു 3-4 സ്ലൈഡ് പറയാൻ പോകുന്നത്. linkedin.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത് ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, ഈ ഡീറ്റെയിൽസ് കൊടുക്കാനായിരിക്കും നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇത് വിസിബിൾ ആണെന്നുള്ളത്. ഇത്തരം ഒരു സ്ക്രീനായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക. linkedin.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലാണ് ഇത്തരം ഒരു വിൻഡോ നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ആവുക. അതിനകത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം നിങ്ങൾ കൊടുക്കുക. അജീഷ് എന്നുള്ളതായിരിക്കും എൻ്റെ ആദ്യത്തെ പേര്, AU എന്നുള്ളത് ലാസ്റ്റ് നെയിം ആയിട്ട് കൊടുക്കുന്നു. എൻ്റെ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നു. എനിക്ക് ആവശ്യമായിട്ടുള്ള പാസ്വേഡ്, നമ്മൾ എന്താണോ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ലോഗിൻ ചെയ്യുക, സെയിം അത് തന്നെയാണ് നമ്മൾ ഇതിനകത്തും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റിൽ ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ ശേഷം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മിനിമം ക്യാരക്ടേഴ്സ് 6 ഫുൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം എന്നുള്ളതല്ല. അതിനകത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നത്, സെയിം ആയിട്ടാണ് നമ്മൾ ഇതിനകത്തും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മളുടെ മറ്റുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മൾ ഏത് രാജ്യക്കാരാണ്, നമ്മുടെ പോസ്റ്റൽ കോഡ് എന്താണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ അല്ലയോ, അതുപോലെ നിങ്ങൾ പ്രൊഫഷണൽ ആണോ അല്ലയോ, മറ്റു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജോബ് ടൈറ്റിൽസോ അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് ആ ഡീറ്റെയിൽ കൊടുക്കാം. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ് ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ലാതാവും. നിങ്ങളുടെ ജോബ് അതല്ല, നിങ്ങൾ സ്റ്റുഡൻ്റ് അല്ല, നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ അതിനകത്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ജാവ പ്രോഗ്രാമർ ആണ്, ഏത് കമ്പനിയുടെ പേര് കൊടുക്കാം, ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രി ആണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം തന്നെ അതിനകത്തെല്ലാം മെൻഷൻ ചെയ്യാം.
മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വൺ ടൈം OTP നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ മുഖേനയാണ് ചെയ്തിരുന്നെങ്കിൽ ഇമെയിലോട്ട് വരും. ഇമെയിൽ ഓപ്പൺ ചെയ്യുക, ലിങ്ക്ഡിൻ മെസ്സേജ് എന്ന് പറഞ്ഞൊരു കോളം കാണും. അതിനകത്ത് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ OTP കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്താൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഓപ്പൺ ആവും. ആ സമയത്ത് നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഈ അപ്ലോഡ് യുവർ ഫോട്ടോ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കാര്യം നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിതിനു മുമ്പ് പറഞ്ഞ പോലെ, ജോയൽ പറഞ്ഞ പോലെ, ഒരു പ്രൊഫഷണൽ സ്പേസ് ആണ്. അപ്പോൾ നമ്മളുടെ ഫോട്ടോഗ്രാഫ്, നമ്മൾ കൊടുക്കുന്ന അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫും അതേപോലെ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പൂക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ഇലകളുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരൊപ്പം ഉള്ളതോ ആയിട്ടുള്ള ഫോട്ടോസ് ദയവ് ചെയ്ത് ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് നിങ്ങൾ കൊടുക്കരുത്. മാക്സിമം നിങ്ങളൊരു പ്രൊഫഷണൽ ഫോട്ടോ തന്നെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ ദയവ് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ ഒരു ഹാഫ് സൈസ് ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് മാത്രം കവർ ആവുന്ന രീതിയിലുള്ള ഫോട്ടോയോ നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നത്. നമ്മൾ 1-2 എക്സാമ്പിൾസ് നമ്മൾ ഇതിനകത്ത് നോക്കി പോകും. എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ് നമ്മൾ കൊടുക്കേണ്ടത്, അത് എന്തെല്ലാം രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു ചെറിയ പോർഷൻ കൂടി നമ്മൾ നോക്കുന്നതാണ്. പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ വരും. നിങ്ങൾക്ക് ഏതെല്ലാം ടോപ്പിക്കാണ് ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ സെലക്ട് ചെയ്യാം. നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരും. ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി മാത്രം കണക്കാക്കരുത്. ആദ്യം പറഞ്ഞ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമായിട്ട് കൂടി കണക്കാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടുന്ന മേഖലയിലാണോ കാര്യങ്ങളാണോ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലകൾ നിങ്ങൾക്ക് തുടക്കം തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫീഡിൽ വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേജിനകത്ത് വരുന്ന കാര്യങ്ങൾ മോസ്റ്റ് റിലേറ്റഡ് ടു പെർട്ടിക്കുലർ ടു ദാറ്റ് സെക്ടർ, നിങ്ങൾ ആ പെർട്ടിക്കുലർ ടു ദാറ്റ് ഇൻട്രസ്റ്റ്, നിങ്ങൾ ഏതുമായിട്ടാണോ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ളത്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഫീഡ് പേജിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുക. അതിനുശേഷം അത് നിങ്ങൾക്ക് ആ ചാനൽസ് വേണമെങ്കിൽ ആ ചാനൽസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. വ്യക്തികളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലീഡേഴ്സ്, ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു നമുക്ക് പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഏലോ അല്ലെങ്കിൽ വളരെ ജയന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നത്, മാർക്ക് സുക്കർബർഗിനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇലോൺ മസ്കിനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പൊളിറ്റീഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ ഒക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആൾക്കാരെ ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫീഡ് പേജിനകത്ത് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാം. ആ വ്യക്തി എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ലഭിക്കും. സെയിം ആസ് അതർ സോഷ്യൽ മീഡിയാസ്. അതിനുശേഷം പോകേണ്ടത് എഡിറ്റ് യുവർ പ്രൊഫൈലാണ്. അതായത് ഇതിലൂടെ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ഭൂരിപക്ഷം ആളുകൾക്കും പ്രൊഫൈൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് നിങ്ങളുടെ പാരലലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് പ്രൊഫഷണൽ പ്രൊഫൈൽ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇനി ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രൊഫൈൽ നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു മീ എന്ന് പറയുന്ന ഒരു സ്പേസ് കാണും. ആ സ്പേസിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ അബൌട്ടിലോട്ട് നിങ്ങളുടെ പേജ് പോകും. വ്യൂ പ്രൊഫൈൽ എടുക്കുക. വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈഡ് ബട്ടണിൽ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. ആ എഡിറ്റ് ബട്ടണിലോട്ട് പോവുക. നിങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം തന്നെ അവിടെ കൊടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാം, എഡ്യൂക്കേഷൻ കൊടുക്കാം, വോളണ്ടിയറിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാം, സ്കിൽസ് കൊടുക്കാം, അക്കംപ്ലിഷ്മെന്റ്സ് കൊടുക്കാം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സോ മറ്റു കാര്യങ്ങളോ ലൈസൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ഭാഗമാക്കാവുന്നതാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പ്രൊഫഷണൽ സ്പേസിന് ഇൻപുട്ട് നിങ്ങൾ കൊടുക്കുന്നുവോ അത്രത്തോളം സ്ട്രോങ്ങും അത്രത്തോളം അട്രാക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക, ശരിയായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊടുക്കുക. കാരണം ഈ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത്. ഈ പ്രൊഫൈലായിരിക്കും നിങ്ങളുടെ ബന്ധപ്പെട്ട സെക്ടറിലുള്ള ആളുകളോ എംപ്ലോയേഴ്സോ റിക്രൂട്ടേഴ്സോ റെഫർ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വരും.
ഇതൊരു പ്രൊഫൈലാണ്, ഇത് എൻ്റെ പ്രൊഫൈലാണ്. എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അജീഷ് എന്ന് പറയുന്നത്. എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. യൂത്ത് പ്രോഗ്രാം പ്രോജക്ട്സ് CSO ഇനീഷ്യേറ്റീവ് അക്രോസ് ഇന്ത്യ. എൻ്റെ പ്രൊഫൈലാണ് ആദ്യമായി കാണുന്നത്. എൻ്റെ പ്രൊഫൈൽ ആദ്യം നോക്കുന്ന ഒരു വ്യക്തി, ഏതൊരു വ്യക്തിക്കാണെങ്കിലും ആദ്യം കാണാൻ പോകുന്ന കാച്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പ്രൊജക്ട് മാനേജ്മെന്റ് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പാർട്ട്ണർഷിപ്പ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പീപ്പിൾ മാനേജ്മെന്റ് ഉണ്ട്. എഡ്യൂക്കേറ്റർ ആണ്. ലൈഫ് ലോങ് ലേണർ കൂടിയാണ്. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, ഏതൊരു വ്യക്തി എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോഴും ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഫൈലാണ്, നമ്മളുടെ ആദ്യത്തെ കാണുന്നതാണ്. അതിനകത്ത് നമ്മുടെ ഫോട്ടോ ഉണ്ട്, നമ്മളുടെ മിനിമം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഹെഡിങ് ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനത് പെന്ന് വെച്ച് ഹൈലൈറ്റ് ചെയ്യാം. ഈ ഒരു പോർഷൻ ഏതൊരു പ്രൊഫൈലിലും ആദ്യത്തെ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഓൾറെഡി ഉള്ള ആളുകൾ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കാവുന്നതാണ്. ഞാൻ എത്രത്തോളം കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ക്യാച്ച് വേർഡ്സ്, നമ്മൾ അഡ്വർടൈസ്മെന്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാച്ച് വേർഡ്സ് പോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഒരു പ്രൊഫൈലിന്റെ ആദ്യത്തെ മുകളിലുള്ള ഭാഗം. ഈ ഭാഗം എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എന്തിലോട്ടാണോ എക്സ്പെർട്ട് ആയിട്ടുള്ളത്, ഒരുപക്ഷെ ഞാൻ കമ്പ്യൂട്ടർ സയൻസിലെ നെറ്റ്വർക്കിംഗ് ആവാം ഞാൻ എക്സ്പെർട്ട് ആയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ ഫിനാൻസിങ്, അക്കൗണ്ടിങ് ആവണമെന്നില്ല, ചിലപ്പോൾ ഫിനാൻസ് ആയിരിക്കാം. M.Com പഠിച്ച ഒരു വ്യക്തി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. ഫിനാൻസ് ഇവിടെ കൊടുക്കാവുന്നതാണ്. അക്കൗണ്ടിങ് ആണോ, അക്കൗണ്ടിങ് ഇവിടെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താണോ ആ ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ല നിങ്ങളുടെ ഫിലോസഫി ഉണ്ടെങ്കിൽ ആ ഫിലോസഫി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഫിലോസഫിയുമായി ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ലൈനായിരിക്കും അവിടെ ഇതിന്റെ പ്രൊഫൈലായിട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിന്റെ ഈ ഒരു ഭാഗമാണ് ആദ്യം ഏതൊരു വ്യക്തിയും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ ഐ കാച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ അട്രാക്റ്റീവ് ആയിട്ട് നോക്കുന്ന കാര്യം. ഇതിനകത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഞാൻ ആരാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ എൻ്റെ റിക്രൂട്ടർക്കോ എൻ്റെ സെക്ടറിൽ പെടുന്ന ഒരു വ്യക്തിക്കോ എൻ്റെ എംപ്ലോയർക്കോ ഓർഗനൈസേഷണൽ ഹെഡ്സിനോ മനസ്സിലാക്കാൻ കഴിയും ഞാൻ ആരാണ് എന്നുള്ളത്. എൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, എൻ്റെ ഫുൾ ജീവചരിത്രം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഒറ്റ 4 ലൈൻ മാത്രം വായിച്ചാൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് എത്രത്തോളം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കാം. ഇതിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഒരു ഓപ്പൺ ടു എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ പറ്റും. 2 ഭാഗമുണ്ട് ഇതിനകത്ത്. ശരിയാണെന്നും തെറ്റാണെന്നും പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്, നിങ്ങൾ ആദ്യത്തെ ജോലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ടു വർക്ക് എന്ന് പറയുന്ന ഓപ്പൺ ടു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഓപ്പൺ ടു വർക്ക് അല്ലെങ്കിൽ ഓപ്പൺ ടു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഓപ്പൺ ടു ജോബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ബാഡ്ജ് ആയിട്ട് അത് നിങ്ങളുടെ പ്രൊഫൈലിന് ചുറ്റും വരും. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് ഓപ്പൺ ആണ്. നിങ്ങൾ ഏതെങ്കിലും റിക്രൂട്ടറൊക്കെ നിങ്ങളുമായി ബന്ധപ്പെടണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ ടു വർക്ക്, ഓപ്പൺ ടു ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ളതാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇൻ കേസ് ഇഫ് യു ആർ ഫ്രഷർ, ഇൻ കേസ് ഇഫ് യു ആർ നോട്ട് എ ഫ്രഷർ, നിങ്ങൾ ഓൾറെഡി ഈ സ്പേസിലുണ്ട്, ഒരു 4-5 വർഷം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഓപ്പൺ ടു വർക്കോ അല്ലെങ്കിൽ ഓപ്പൺ ടു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കരുത്. നിങ്ങൾ ഓപ്പൺ ടു വർക്കോ അല്ലെങ്കിൽ ഓപ്പൺ ടു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഓൾറെഡി വേറൊരു ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള, നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യത കുറയാണ്. കാരണം നിങ്ങൾ ഓൾറെഡി വേറൊരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ എംപ്ലോയറോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ടറിനോടോ നിങ്ങൾ പറയുന്നത്. അല്ല, നിങ്ങൾക്ക് ജോലി ഇല്ല, ഇപ്പൊ തൽക്കാലം ജോലിയില്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ തൽക്കാലം ഞാനൊരു ബ്രേക്കിലാണ്, യു ക്യാൻ സ്റ്റിൽ യൂസ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്പേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എംപ്ലോയറോടോ നിങ്ങളുടെ സെക്ടറിൽ പെടുന്ന വ്യക്തികളോടോ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഞാൻ ഓപ്പൺ ടു വർക്ക് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പ്രൊഫൈൽ തൊട്ട്, നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ തൊട്ട് താഴെ പോയി കഴിഞ്ഞാൽ എബൌട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇവിടെയാണ് നമ്മളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുക.
ഞാൻ ഇത് സൂം ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സൂം ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വിസിബിൾ ആണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എബൌട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാക്സിമം കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞുള്ള ഐ എം എ സീസൺഡ് പ്രൊഫഷണൽ വിത്ത് 8+ years of experience in the development space, currently serving as a project lead in a strategic and operational team in Bangalore, specialized in managing youth skilling projects across India, overseeing end-to-end project life cycle from planning and implementation to the evaluation. ഞാൻ എന്താണോ ചെയ്യുന്നത്, ഞാൻ എന്താണോ എന്നുള്ള കാര്യം ഞാൻ വളരെ ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് എനിക്ക് എൻ്റെ എബൌട്ടിൽ കൊടുക്കാൻ സാധിക്കും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ തൊട്ട് മുൻപിലുള്ള കാര്യം നമ്മളുടെ ക്യാച്ചി വേർഡ്സ് ആണ്. ഇത് നമ്മളുടെ ക്യാച്ചി വേർഡ്സ് ആണ്. ഇത് നമ്മളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. വൺസ് നമ്മളുടെ എംപ്ലോയറോ അല്ലെങ്കിൽ നമ്മളുടെ സെക്ടറിൽ പെടുന്ന ഒരു വ്യക്തിയോ ഇത് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് പോകാൻ പോകുന്നത് ഈ ഒരു സെഷനിലോട്ടായിരിക്കും. ഞാൻ ആരാണ് എന്നുള്ളത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പറയാൻ പോകുന്ന ഒരു സ്പേസ് ആണ് നമ്മളുടെ എബൌട്ട് എന്ന് പറയുന്ന സ്പേസ്. ഇവിടെ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ഔട്ടായിട്ട് തന്നെ നിങ്ങളെ കുറിച്ച് വിവരിക്കാൻ ശ്രമിക്കുക. അത് പറഞ്ഞിട്ട് കൂടുതൽ പേജ് ടു പേജ് ആയിട്ട് ദയവ് ചെയ്ത് പോകരുത്. ഒരു 250 to 300 വേർഡ്സിനകത്ത് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വിവരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് എബൌട്ടിലൂടെ ഉള്ളത്. ഇത് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് അടുത്ത ചെക്ക് ലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉള്ളൊരു വ്യക്തി എപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടോ ക്ലാസ്മേറ്റ്സോ ആയിട്ടോ എൻ്റെ സെക്ടറിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ടോ ഓൾറെഡി കണക്റ്റഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഞാനിത് പറയാൻ കാരണം പല കാര്യങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്തു. നിങ്ങൾ ഓൾറെഡി ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉള്ളത് കൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾ ഇംപ്രൂവ്ഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സ്, ട്രെയിനേഴ്സ്, നിങ്ങളുടെ സ്പേസിൽ പെടുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന പീപ്പിളോ അല്ലെങ്കിൽ കമ്പനിയോ റോൾ മോഡൽസ് ഉണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിർബന്ധമല്ല ഇത്. ഈ മൂന്നാമത്തെ കാര്യം നിർബന്ധമല്ല, പക്ഷെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അവരുടെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്, ജോബ് സെർച്ച് ഓപ്ഷൻ ഇതിലൂടെ ഉണ്ട്. അത് നമ്മുടെ അടുത്ത സെഷനിലോട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ക്ലിയർ ആണ്. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ തീർച്ചയായിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതായിരിക്കും. ഞാൻ ക്വിക്കായിട്ട് എൻ്റെ പ്രൊഫൈൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫൈൽ കാണിച്ചു തരാം. നിങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. ഞാനത് 1 second. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആദ്യമായിട്ട് വരുന്നുണ്ടാവുക. നിങ്ങളൊരു പേജ് കാണും. ആ പേജിനകത്ത് നിങ്ങളുടെ ഇത് ഫീഡാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്, ആദ്യം ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെ നിങ്ങളുടെ ഫീഡ് പേജിനകത്ത് കാണുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റഡ് ടു സോഷ്യൽ വർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനുമായി ബന്ധപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ എന്റെ കണക്ഷനിൽപ്പെട്ട വ്യക്തികളുടെയോ എല്ലാ അപ്ഡേറ്റുകളും തന്നെ എന്റെ ഫീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോൾ ഫോർ വുമൻ വിത്ത് വർക്ക് മോഡൽ ദാറ്റ് വർക്ക് ഫോർ ദം. ഇതെല്ലാം ഞാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്റെ ഇൻട്രസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ ഫീഡിനകത്ത് നിറഞ്ഞു വന്നിരിക്കൊണ്ടിരിക്കുന്നത്. ഇതേ തന്നെയായിരിക്കും നിങ്ങൾ എന്താണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഫീഡിലോട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു സെഷനാണ്. നിങ്ങളുടെ വി പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ സെഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പ്രൊഫൈലിലുള്ള ആദ്യത്തെ ഭാഗമായിരിക്കും. ഇത് നിങ്ങളുടെ ആദ്യത്തെ ക്യാച്ചി വേർഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് വരും. ഫൈൻഡ് എ ന്യൂ ജോബ്. നിങ്ങൾ ഹയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളിപ്പോൾ ഒരു HR ആണ്, നിങ്ങൾ റിക്രൂട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഹയറിങ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതി നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതല്ല, ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു പ്രൊഫഷണൽ സ്പേസിൽ വരുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് എന്തെങ്കിലും സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആളുകൾക്ക്, ഞാൻ പ്രൊജക്ട് മാനേജ്മെന്റിനെ കുറിച്ചുള്ള സർവീസ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഫെസിലിറ്റേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെന്നുണ്ടെങ്കിൽ എൻ്റെ സർവീസ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു സ്പേസ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺസൾട്ടേഷൻ ഫീൽഡിലുള്ള വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം ഈ ഒരു പ്രൊവൈഡിങ് സർവീസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഫൈൻഡിങ് വോളണ്ടിയർ ഓപ്പർച്യൂണിറ്റീസ്.
നിങ്ങൾ ഒരു വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുക, നിങ്ങൾ ഓപ്പൺ ആണ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ ഫൈൻഡിങ് വോളണ്ടിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന കാര്യം. അതുപോലെ നിങ്ങൾക്ക് ഈ ഓപ്പൺ ടു കൊടുത്താൽ കിട്ടുന്ന 4 ഓപ്ഷൻസ് ആണ് ഇത് മുമ്പിൽ കാണുന്നത്. ഒന്ന് ഫൈൻഡിങ് എ ന്യൂ ജോബ്, നിങ്ങൾ ഓപ്പൺ ഫോർ ജോബ് എന്നുള്ളതാണ് പറയുന്നത്. ഹയറിംഗ്, നിങ്ങൾ ഹയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു ബാഡ്ജാണ് ഹയറിംഗിലൂടെ കിട്ടുന്നത്. പ്രൊവൈഡിങ് സർവീസ്, നിങ്ങൾ എന്തെങ്കിലും സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനും അങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനും പറ്റുന്ന ഒരു സ്പേസ് ആണ് പ്രൊവൈഡിങ് സർവീസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ഒരു അഡ്വർടൈസ്മെന്റിലൂടെ ചെയ്യുന്നത്, നിങ്ങളൊരു ഡിജിറ്റൽ സ്പേസിലോ അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിലൂടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് എന്താണോ ചെയ്യുന്നത്, ഇത് ഒരു പ്രൊഫഷണൽ സ്പേസിൽ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ കിട്ടുന്നത്. ഓക്കെ, താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എബൌട്ട് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ വരും. എന്തൊക്കെയാണ് എന്റെ ടോപ്പ് സ്കിൽസ്? പ്രോജക്ട് മാനേജ്മെന്റ്, സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ്, ബഡ്ജറ്റിംഗ്, ഡാറ്റ അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജി. ഇതാണ് എന്റെ ടോപ്പ് സ്കിൽസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു റിക്രൂട്ടർ എന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് എന്റെ ഈ എബൌട്ടും ഈ ഒരു മോഡിലുള്ള പോർഷനും കൂടി നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് കാണാൻ പറ്റും. ഞാൻ ഏതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്നു, പ്രൊജക്ട് കോർഡിനേറ്റർ ആയിരുന്നു, അതിനു മുൻപ് എന്തായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതിന്റെ താഴെ കാണാം. ഞാൻ റീജിയണൽ മാനേജർ ആയിരുന്നു. ഈ റീജിയണൽ മാനേജർ ആയിരിക്കുന്ന സമയത്താണ് ഞാനും നിങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീകാന്തുമായിട്ടുള്ള ഒരു പരിചയവും ആ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചതെല്ലാം. ഞാൻ റീജിയണൽ മാനേജർ ഇരിക്കുന്ന സമയത്തായിരുന്നു. അതിന് മുമ്പ് ഞാൻ സ്റ്റേറ്റ് മാനേജർ ആയിരുന്നു, ക്ലസ്റ്റർ കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെ എന്റെ എല്ലാ ഡീറ്റെയിൽസും തന്നെ എനിക്ക് ഈ ഒരു സ്പേസിൽ എന്റെ എല്ലാ എക്സ്പീരിയൻസും തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് കുറച്ച് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം എന്റെ ജോബ് പ്രൊഫൈലിനകത്ത് സമയത്ത് അല്ലെങ്കിൽ ആ കരിയർ സമയത്ത് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഫൈലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിലൂടെ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. തൊട്ട് താഴെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ള സ്പേസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിലെ ലൈസൻസോ സർട്ടിഫിക്കേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനോ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. എന്തെല്ലാം ഡിഫറെന്റ് പ്രോജക്ട്സ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. എന്തെങ്കിലും വോളണ്ടിയറിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രൊഫൈലിലെ ഏറ്റവും ടോപ്പിൽ കാണുന്ന കാര്യം, ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പോയി നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെല്ലാം ഷോക്കേസ് ചെയ്യണം, എന്തെല്ലാം ഷോക്കേസ് ചെയ്യണ്ട എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാവുന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എബൌട്ട് എന്ന് പറയുന്ന സെഷൻ. നിങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു 250 to 300 വേർഡ്സിൽ നിങ്ങളുടെ സ്പേസിന്, സെക്ടറിന്, എംപ്ലോയറിന്, റിക്രൂട്ടറിന് കാണിക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് എബൌട്ട് എന്ന് പറയുന്ന സെഷൻ. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സ്കിൽസ് എക്സെട്ര. നേരത്തെ പറഞ്ഞ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഭാഗം ഇതാണ്. എനിക്ക് സെന്തിൽ കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് എൻഡോഴ്സ്മെന്റ് തന്നിട്ടുണ്ട്. ശാലിനി മേനൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് എൻഡോഴ്സ്മെന്റ് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 എൻഡോഴ്സ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയർ നോക്കുന്ന സമയത്ത് ഈ വ്യക്തി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഈ വ്യക്തിയുടെ മാനേജേഴ്സോ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിലുള്ളവരോ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തെല്ലാം ലാംഗ്വേജ് എനിക്കറിയാം, ഏത് ഓർഗനൈസേഷനിൽ ഞാൻ ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാമാണ് എൻ്റെ ഇൻട്രസ്റ്റ്. നമ്മൾ എന്തെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ ഡീറ്റെയിലിൽ കിട്ടും. ഇതിൽ നിന്നുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എഡിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു മീലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മുടെ വി പ്രൊഫൈൽ, സെറ്റിങ്സ്, ഹെൽപ്പ്, ലാംഗ്വേജ്, ജോബ് പോസ്റ്റിംഗ്, ഇതെല്ലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും വേണ്ടി സാധിക്കും. ഈ എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ സ്പേസിനെ നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളത് അറിയിക്കുകയാണ്, നിങ്ങളുടെ സ്പേസിനെ അറിയിക്കുകയാണ്. ഈ റിസോഴ്സ് എന്ന് പറയുന്ന ബട്ടണിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് കാണാം, സേവ് ടു PDF. നിങ്ങൾ എന്താണോ നമ്മൾ ഈ ഫീഡിനകത്ത് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ക്വിക്കായിട്ട് നിങ്ങളൊരു CV രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഭാഗമാണിത്, സേവ് PDF എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.
ഓക്കെ, ഇത് ഞാനിപ്പോ സേവ് ചെയ്തിട്ടുള്ള നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്ന് സേവ് PDF എന്ന് കൊടുത്തതിലൂടെ മാത്രം ഞാൻ വേറെ ഒരു ഡീറ്റെയിൽസും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. എൻ്റെ പ്രൊഫൈലിന്റെ അല്ലെങ്കിൽ റെസ്യൂമിന്റെ തീംസ് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രം എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, എനിക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള എൻ്റെ പ്രൊഫൈലാണിത്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്ലിക്കിലൂടെ നിങ്ങളുടെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരൊറ്റ സിംഗിൾ ക്ലിക്ക് മതി. നമ്മൾ വേർഡോ അല്ലെങ്കിൽ മറ്റ് ക്യാൻവ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ ഒരു ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ജോബ് സീക്കേഴ്സ്, നമ്മളുടെ ജോബാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ജോബ് ഫീച്ചർ എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. ഈ ജോബ് ഫീച്ചറിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ജോബ്, ഏത് ജോബിലോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്നുള്ളത്. നിങ്ങൾ ഏതാണോ സെക്ടർ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ സെക്ടറുമായി ബന്ധപ്പെട്ട ഇപ്പൊ നിലവിലുള്ള എല്ലാ ഓപ്പണിങ്സും നിങ്ങൾക്ക് ഇതിനകത്ത് വരും. സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ അത് ജസ്റ്റ് സസ്റ്റൈനബിലിറ്റി ക്ലിക്ക് ചെയ്തോളൂ. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇതിനകത്ത് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. ഈസി അപ്ലിക്കേഷനും ഉണ്ട്. നിങ്ങൾക്ക് അതല്ല അവരുടെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യണമെന്നുള്ളതും മറ്റും എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇതിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോബ് അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്ത് ഈസി അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ മാത്രം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബ് അപ്ലൈ ചെയ്യുന്നതാണ്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ABC ക്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു HR കമ്പനി. അവർക്കൊരു പ്രൊജക്ട് സ്പെഷ്യലിസ്റ്റിന് ആവശ്യമുണ്ട്. റിമോട്ടാണ്, ഫുൾ ടൈം ഒരു അസോസിയേറ്റ് ആയിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. റിമോട്ട് ലൊക്കേഷൻ ആണ്, ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ ആണ്. JD എല്ലാം കാണിക്കുന്നുണ്ട്. ബഡ്ജറ്റ് കാണിക്കുന്നത് 30,000 to 40,000 ആണ് അവരുടെ ബഡ്ജറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ആവശ്യം, റിക്വയർമെന്റ്സ് എല്ലാം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇത്തരം ഒരു ഹയറിംഗ് ടീമിന്റെ ഒരു മെസ്സേജ് കാണും അതിനകത്ത്. അതായത് ആരാണോ ഈ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആസ് എ പ്രൊഫഷണൽ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ കരിയർ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് ശേഷമോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപോ ഈ വ്യക്തിയുമായി നിങ്ങൾ ഏത് കമ്പനിയിലോട്ടാണോ അയക്കുന്നത് ആ വ്യക്തിയുമായിട്ട് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതെനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ അനിന്ദിത ബാനർജിയുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. കാരണം ഞാൻ ഓൾറെഡി ഈ വ്യക്തിയുമായിട്ട് ഞാൻ ഓൾറെഡി നെറ്റ് പ്ലാറ്റ്ഫോമിൽ കണക്റ്റഡ് ആണ്. ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാൻ ഓൾറെഡി അവരുമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് എൻ്റെ പ്രൊഫൈൽ എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാവുന്നതും എൻ്റെ എൻഡോഴ്സ്മെന്റ്, എൻ്റെ സ്കിൽ സെറ്റുകൾ, എൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ചെക്ക് ചെയ്യാനുള്ള സാധ്യത അവിടെ ഓപ്പൺ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിലൂടെ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സെക്ടറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയോ ആ പെർട്ടിക്കുലർ കമ്പനിയുമായിട്ട് വ്യക്തികളെ നിങ്ങളുടെ നെറ്റ്വർക്കിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓൾറെഡി ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉള്ളവർ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആസ് മച്ച് ആസ് പോസിബിൾ നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഡസ്ട്രിയിലുള്ള വ്യക്തികളുമായിട്ട്, സെക്ടറിൽ പെടുന്ന വ്യക്തികളുമായിട്ട്, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പറ്റുന്ന വ്യക്തികളായിട്ട് നെറ്റ്വർക്ക് നിങ്ങൾ മാക്സിമം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ലിങ്ക്ഡിൻ സെഷനിലൂടെ ചെയ്യേണ്ടത്. ഈ ലിങ്ക്ഡിൻ സെഷൻ ഏതൊരു സെഷനും അങ്ങനെ തന്നെയാണ്. സെഷൻ കേട്ട് കണ്ടിരിക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ പ്രയോജനം വരുന്നത് അത് നമ്മൾ എപ്പോഴാണോ പ്രാക്ടിക്കലി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പം മുതലാണ് നമുക്കതിന്റെ ഗുണം ലഭിക്കുക. അതിന്റെ പ്രധാനപ്പെട്ട ഞാൻ പ്രൊഫൈലെല്ലാം ചെയ്യുന്ന സമയത്ത് പ്രൊഫൈലെല്ലാം പറഞ്ഞതിന് കൂടെ തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ ഏത് വ്യക്തിയാണോ ഏത് ഇൻഡസ്ട്രി ആണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയുമായിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ആഡ് എന്ന് പറഞ്ഞൊരു സിമ്പലോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് കണക്ഷൻ ചെയ്യാൻ പറ്റുന്ന സിമ്പലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം.
ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപോ അപ്ലൈ ചെയ്തതിന് ശേഷമോ ആ വ്യക്തിയുമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് അവര് നെറ്റ്വർക്ക് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെയിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പെർട്ടിക്കുലർ ഇതാണ് അവരുടെ കമ്പനി, ക്രാഫ്റ്റിംഗ് AB ക്രാഫ്റ്റിംഗ് HR, ഞാൻ ഈ കമ്പനിയെ സെലക്ട് ചെയ്തു, ഞാൻ പോയി അതിനകത്തുള്ള വ്യക്തികളെ ഞാൻ മനസ്സിലാക്കുന്നു, ഏതൊക്കെ വ്യക്തികൾ, ഈ രണ്ടുപേരെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ വ്യക്തികളുമായിട്ട് ഞാൻ എൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ശ്രമിക്കുന്നത് ഈ വ്യക്തികളുമായിട്ട് എൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ചെയ്യുക എന്നുള്ളതാണ് ശ്രമിക്കുക. പിന്നെ അവരുടെ പ്രൊഫൈൽ എല്ലാം ഞാൻ കൃത്യമായിട്ട് വായിച്ചെടുക്കും. എന്താണ് അവർ ഈ പർട്ടിക്കുലർ കമ്പനി ചെയ്യുന്നത്, അവരുടെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പോൾ ന്യൂലി എന്തെങ്കിലും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു കൺസൾട്ടൻസി ഫീൽഡാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തോന്നുന്നത്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഗിവ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഈ ഈ എത്രത്തോളം വ്യക്തികളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആളുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ സെയിം ഇൻഡസ്ട്രിയോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ പെർട്ടിക്കുലർ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിരിക്കും. നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ജോലിയുമായി ബന്ധപ്പെട്ട, ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ലിങ്ക്ഡിൻ പ്രൊഫൈലിലൂടെ നിങ്ങൾ ഒരു ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്താണ് കവർ ചെയ്യേണ്ടത്, ഇതിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും അത് കവർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് ഇതിനകത്ത് എങ്ങനെയെല്ലാം അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ സാധിക്കും, ഒരു ഹയറിംഗ് ടീമിന് എങ്ങനെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്, ഒരു ജോബ് എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും, അഡ്വർടൈസ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ ഫോർ ബിസിനസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്റെ ടൈം അതിക്രമിച്ചുകൊണ്ടാണ് ഞാനിത് വളരെ ഷോർട്ടാക്കി കൊണ്ടുപോകുന്നത്. കാരണം ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സെഷൻ എടുക്കുന്നതിലുപരി ഇതിന്റെ കൂടെ നിങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംശയങ്ങൾ വരാനും അത് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ഈ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ കാര്യം ടച്ചപ്പ് ചെയ്തിട്ട് പോകുന്നതാണ്. I'll wait for a second, 30 seconds. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ, ലിങ്ക്ഡിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. നിങ്ങൾ സെഷൻ സംശയം ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഇതിന്റെ ഞാൻ ഹായ് അലൻ, ഇതിന്റെ ഞാൻ പ്രസന്റേഷൻ ഞാൻ ശ്രീകാന്തുമായിട്ട് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത്, എനിക്ക് തോന്നുന്നു ശ്രീകാന്ത് ഇത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്, ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അവർക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ പ്രസന്റേഷനിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ്, താങ്ക്സ് അലൻ. ഗ്രേറ്റ് ടു നോ ദാറ്റ്. ഹൗ ക്യാൻ യു ഇംപ്രൂവ് ഫർദർ? പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അലന്റെ പ്രൊഫൈൽ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അലന്റെ പ്രൊഫൈൽ ഞാൻ ഓപ്പൺ ചെയ്യാം. അലൻ കുറച്ചുകൂടി ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ കൊടുത്താൽ നന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അലനെ സംബന്ധിച്ചിടത്തോളം. എബോട്ടിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു അബൌട്ട് ആണെന്ന് തോന്നുന്നു. അതായത് നമ്മളുടെ ലിങ്ക്ഡിൻ തന്നെ തന്നിട്ടുള്ള ഫീഡ് ചെയ്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അബൌട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്യാൻ ശ്രമിക്കുക.
കുറച്ചുകൂടിയും ഇൻ പേഴ്സൺ ടച്ച് രീതിയിലുള്ള ഒരു അബൌട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമാണ് അബൌട്ടിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക്. യു ഓൾറെഡി ഹാവ് എക്സ്പീരിയൻസ്. 1 വർഷം 11 മാസത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ പെർട്ടിക്കുലർ കാലഘട്ടത്തിൽ എന്തെല്ലാമാണ് നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ അലന്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അലന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് ആ പൊസിഷനിൽ നിന്നുകൊണ്ട് അലൻ ചെയ്യുന്നുള്ളത്, ഞാനിപ്പോ ഒരു ഔട്ട്സൈഡർ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഡിഫറെന്റ് ജോബ് പ്രൊഫൈൽ ദാറ്റ് യു ഹാവ് ഹാൻഡിൽഡ് ഓർ ജോബ് ഡിസ്ക്രിപ്ഷൻ ദാറ്റ് യു ഹാവ് ഹാൻഡിൽ, അത് അലനത് മെൻഷൻ ചെയ്യാം എന്നുള്ളതാണ് ചെയ്യാവുന്നത്. ഇത് തന്നെ എക്സ്പീരിയൻസ് എല്ലാ എക്സ്പീരിയൻസിലും ഒരു മെമ്പർഷിപ്പ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ ആയിട്ട് ലിങ്ക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ചിരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അലൻ അതിനകത്ത് മെൻഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു എംപ്ലോയർക്കോ അല്ലെങ്കിൽ റിക്രൂട്ടർക്കോ മനസ്സിലാവുള്ളൂ അലൻ എന്താണ് ആ പെർട്ടിക്കുലർ പൊസിഷനിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷൻ ഇറ്റ്സ് ഫൈൻ, investment is fine, interest is fine, skills should be related to the job you are applying. അപ്പോൾ ഏതൊരു ജോബ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപും ആ ജോബിനകത്ത് കൊടുത്തുള്ള പെർട്ടിക്കുലർ സ്കിൽസ് അലന്റെ സ്കിൽസുമായിട്ട് ലിങ്ക്ഡ് ആണോ, അല്ലെങ്കിൽ അലൻ അതിന്റെ സ്കിൽസ് ആയിട്ട് കോൾ ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അത് അലൻ ആ സ്കിൽസ് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കിൽസിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ സ്കില്ല് ഇൻ കേസ് ആ ജോബ് പ്രൊഫൈൽ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അല്ലെ, അപ്പൊ ഇതാണ് ക്വിക്കായിട്ട് എനിക്ക് അലന്റെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, build your network as much as possible. It's very simple. Whatever the sector that you are working, whatever the professional that you are, build your professional network as much as possible. That's the beautiful thing. That's the best, strongest thing that you can do. കാരണം അത് ചെയ്യുന്നവരോടാണ് നമ്മളുടെ നെറ്റ്വർക്ക് ബിൽഡ് ആവുകയും കൂടുതൽ കണക്ഷൻ കിട്ടുകയും കൂടുതൽ ആളുകളിലേക്ക് ഞാൻ ആരാണ് എന്നുള്ളത് പറയാനും വേണ്ടി ശ്രമിക്കുക. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സോ ഓൾ ദി ബെസ്റ്റ് അലൻ. എനിക്ക് തോന്നുന്നു ഞാൻ അലന്റെ ക്വറി കുറച്ചെങ്കിലും ഞാനത് ടച്ച് ചെയ്തു എന്നാണ് വിശ്വാസം. കൂൾ, ഗ്രേറ്റ്, താങ്ക്സ്. കുറച്ചുകൂടി സ്മൈലി ഫേസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ, ബട്ട് സ്റ്റിൽ യു ക്യാൻ റിവ്യൂ ദാറ്റ്. എനിത്തിങ് എൽസ്? ആർക്കെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ശ്രീകാന്തിന്റെ സമയം ജസ്റ്റ് ടൈം ചെക്ക് 8:30 ആയി. ഓക്കെ സാർ, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ മാക്സിമം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക് തിരഞ്ഞെടുത്ത് ആ ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഒപ്പം ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ സംശയങ്ങൾ വരുള്ളൂ. അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൺലൈനിൽ ഒരുപാട് പരിമിതികളുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഇൻസൈറ്റ് കിട്ടുക, ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം, ലിങ്ക്ഡിൻ എന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു ഉയർച്ച എല്ലാവർക്കും ഉണ്ടാവാനുള്ള നെറ്റ്വർക്ക്സ് എല്ലാം നന്നായിട്ട് ബിൽഡ് ചെയ്ത് ഉയർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ വിവിധ പദ്ധതികളുടെ പരിശീലന പദ്ധതികളുടെ ഭാഗമായിട്ട് ഒരു പരിപാടിയായിട്ട് നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് നമ്മൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യപ്പെടും. പിന്നീട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ സാറിന്റെ പ്രൊഫൈൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്, അതിൽ റീച്ച് ചെയ്യാവുന്നതാണ്. ക്വറീസ് നേരിട്ട് ചോദിക്കാവുന്നതുമാണ്. അപ്പോൾ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ സെഷന്റെ സ്പീക്കറായിട്ടുള്ള സെഷൻ ലീഡ് ചെയ്തിട്ടുള്ള അജീഷ് സാറിന് വിജ്ഞാന പത്തനംതിട്ട പേരിലും പങ്കെടുത്തിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. വേറെ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ശുഭരാത്രി നേരുന്നു. നമ്മുടെ സെഷൻ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
സെഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തമ്പിട്ടിട്ട് ലീവ് ചെയ്യാവുന്നതാണ്. തമ്പിട്ടിട്ട് വേണം എല്ലാവരും ലീവ് ചെയ്യാനായിട്ട്. നിങ്ങളെ നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗമായി ഓക്കെ. Cool. Great. Thanks everyone. All the very best. Thank you all.